നമസ്കാരം, ഞാൻ അജിത്. കൊച്ചിക്കടുത്ത് കടലിൽ മുങ്ങിപ്പോയ കണ്ടെയ്നർ കപ്പൽ MSC എൽസ 3 എന്തുകൊണ്ടാണ് മുങ്ങിയത് എന്ന് നിലവിൽ ലഭ്യമായ അറിവുകൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ബല്ലാസ്റ്റ് ടാങ്കിന്റെ ഓപ്പറേഷനിൽ വന്നൊരു തകരാറാണ് മുങ്ങാൻ കാരണം എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുമ്പോൾ എന്താണ് ആ സാധനം എന്ന് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ബല്ലാസ്റ്റ് ടാങ്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഒരു വലിയ കപ്പൽ മുങ്ങുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അതിഭീകരമായി പ്രക്ഷുബ്ധമായ കടലിൽ പോലും അതിജീവിക്കാൻ കഴിവുള്ള രീതിയിലാണ് അതിന്റെ നിർമ്മാണം. പക്ഷെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരാം. അത് അപൂർവമായെങ്കിലും ഇത്തരത്തിലുള്ള ആക്സിഡൻസിൽ കൊണ്ടെത്തിക്കാം. കപ്പലിന്റെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ബല്ലാസ്റ്റ് ടാങ്ക് എന്നത്. അതുകൊണ്ട് കപ്പലിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കണം. വെള്ളത്തിൽ കിടക്കുന്ന കപ്പലിൽ തിരമാലകൾ കൊണ്ടും ഒഴുക്കുകൊണ്ടും കാറ്റുകൊണ്ടും 6 തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതിൽ 2 എണ്ണമാണ് പ്രധാനമായിട്ടും അതിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ആണ് ഒന്ന് പിച്ചിങ്. രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതും റോൾ ആണ്. ഇങ്ങനെ 2 വശത്തേക്കുമുള്ള ചലനം. ഈ 2 മൂവ്മെന്റുകൾക്കും ഒടുവിൽ, പ്രത്യേകിച്ച് ഈ റോളിങ്ങിനൊടുവിൽ കപ്പലിന് ശരിക്കും സ്റ്റഡി ആവാനുള്ള, ഈ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റിയാണ് കപ്പലിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു വസ്തുവിന്റെ മൊത്തം വെയിറ്റിന്റെ സെന്റർ ഭാഗം എന്ന് ചുരുക്കി പറയാം. അത് കപ്പലിന്റെ ഒത്ത നടുവിലും മാക്സിമം താഴെയുമായിരിക്കണം. എത്ര വലിയ തിരമാലകളിൽ പെട്ട് ആടി ഉലഞ്ഞാലും മറിയാതിരിക്കാനുള്ള സ്റ്റെബിലിറ്റി കപ്പലിന് കിട്ടാൻ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് എന്താണെന്ന് അറിയാത്തവർക്കായി അതൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബൈക്കിന്റെ കാര്യം എടുത്താൽ, ചില ബൈക്കുകൾക്ക് അതിന് വെയിറ്റ് കൂടുതലാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയാറില്ലേ? അതായത് അല്പം ഒന്ന് ചരിഞ്ഞാലൊന്നും നിവർത്താൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഫുള്ള് ചരിഞ്ഞാൽ സീന് വേറെ ആവും, അത് വേറെ കാര്യം. അപ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിലും തോന്നിക്കുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതൽ താഴേക്ക് ആയതുകൊണ്ടാണ്. അതായത് എഞ്ചിൻ ലെവലിലൊക്കെ ആയിരിക്കും അത്. എന്നാൽ അത് അല്പം കൂടി ഉയർന്ന് പെട്രോൾ ടാങ്കിന്റെ ഭാഗത്തേക്ക് വന്നാലോ, ആ സെയിം വെയിറ്റ് ഉള്ള വണ്ടി തന്നെ ഭയങ്കര വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സൈഡ് സ്റ്റാൻഡിൽ നിന്ന് ഉയർത്താൻ തന്നെ ബുദ്ധിമുട്ടും. എഞ്ചിൻ ഉയരത്തിൽ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങനെ ഉയരുന്നത്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി മനസ്സിലായല്ലോ. അതിന് കപ്പലിന്റെ കാര്യത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ കണ്ടെയ്നർ ഷിപ്പിന്റെ കാര്യത്തിൽ, കപ്പലിന്റെ വെയിറ്റും അതിൽ കയറ്റുന്ന കണ്ടെയ്നറുകളുടെ വെയിറ്റും കൂടി കൂട്ടിയുള്ള വെയിറ്റിന്റെ സെന്ററാണ് ഇതിലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഷിപ്പിന്റെ സ്റ്റെബിലിറ്റി സംരക്ഷിക്കാൻ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുമ്പോൾ കൂടുതൽ വെയിറ്റുള്ള സാധനങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കപ്പലിന്റെ ഉള്ളിൽ ഏറ്റവും താഴെയായും നടുവിലായും വയ്ക്കും. ഭാരം കുറഞ്ഞത് വേണം മുകളിലേക്ക് വയ്ക്കാൻ. ഈ കണ്ടെയ്നറുകളെല്ലാം ഒരേ വെയിറ്റ് ആവില്ലല്ലോ. അതിനകത്തെ വസ്തു എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഒഴിഞ്ഞ കണ്ടെയ്നറുകളെല്ലാം ഏതാണ്ട് ഒരേ വെയിറ്റ് തന്നെ ആയിരിക്കും. 40 അടി നീളമുള്ള കണ്ടെയ്നറിന്റെ ഒരു ആവറേജ് വെയിറ്റ് 3.25 ടണ്ണാണ്. അതുമുതൽ ഒരു കണ്ടെയ്നറിൽ മാക്സിമം ആകാവുന്ന വെയിറ്റ് ആയ 30 ടൺ വരെ എത്രയും ആവാം. അതായത് ഒരു കണ്ടെയ്നറിന്റെ വെയിറ്റ് 3.25 ടൺ മുതൽ 30 ടൺ വരെ ആവാം. അപ്പോൾ അത് നോക്കി വേണം കപ്പലിൽ ലോഡ് ചെയ്യാൻ. അതുപോലെ കപ്പലിന്റെ നീളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റം ഇതേ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ രീതി പാലിക്കുകയും വേണം. മുന്നിൽ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ കപ്പൽ മുന്നിലേക്ക് പിച്ച് ചെയ്യും, പിന്നിലേക്ക് കൂടി പോയാൽ പിന്നിലേക്ക് പിച്ച് ചെയ്യും. ഇനി മുന്നിലും പിന്നിലും വെയിറ്റ് കൂടിയത് വെച്ച് നടുവിൽ വെയിറ്റ് കുറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഷിപ്പിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്തിനെ അത് ബാധിക്കും. കപ്പൽ നടുവിൽ വെച്ച് മുകളിലേക്ക് വളയാനോ സാഹചര്യം ഒത്തു വന്നാൽ ഒടിയാനോ വരെ കാരണമാവും. 2 ഭാഗത്തും കുറവും നടുവിൽ കൂടിയാലും ഇത് തന്നെ സംഭവിക്കും. ഇനി ഏറ്റവും വെയിറ്റുള്ള കണ്ടെയ്നറുകളെല്ലാം അടിയിൽ നിരത്തി വെയിറ്റ് കുറഞ്ഞു വരുന്നത് മുകളിലേക്ക് വെച്ചു എന്ന് കരുതുക. പക്ഷെ അവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ എൽസ 3 തന്നെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു. പക്ഷെ സാധാരണ കൊച്ചി കഴിഞ്ഞ് മംഗലാപുരത്ത് വരെ പോകുന്ന കപ്പലാണ്. അവിടെ ഇറക്കാനുള്ള കണ്ടെയ്നറുകളും അതിലുണ്ടാവും. അപ്പോൾ കൊച്ചിയിൽ ഇറക്കാനുള്ള കണ്ടെയ്നറുകളെല്ലാം ഏറ്റവും ഭാരമുള്ളത് കൊണ്ട് മാത്രം ഏറ്റവും അടിയിൽ വെച്ചാൽ, കൊച്ചിയിൽ വെച്ച് മംഗലാപുരത്ത് ഇറക്കേണ്ട മുകളിലെ കണ്ടെയ്നറുകളെല്ലാം കൊച്ചിയിൽ ഇറക്കിയിട്ടേ ആ വെയിറ്റ് കൂടിയ കൊച്ചി കണ്ടെയ്നറുകൾ അടിയിൽ നിന്ന് എടുക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ വെറും 2 പോർട്ടിന്റെ മാത്രം കാര്യം. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ ആവുമ്പോൾ 10,000-ന് മുകളിൽ കണ്ടെയ്നറുകൾ കയറ്റുന്ന വലിയ കണ്ടെയ്നർ ഷിപ്പ് ആവും. കൂടാതെ 100 കണക്കിന് പോർട്ടുകളും ഉണ്ടാവും. അപ്പോൾ കണ്ടെയ്നർ അറേഞ്ച്മെന്റ് ഒരു തലവേദന തന്നെയാണ് എന്ന് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇത് മനുഷ്യരല്ല അറേഞ്ച് ചെയ്യുന്നത്. അതിന് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിലേക്ക് എല്ലാ കണ്ടെയ്നേഴ്സിന്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഓരോന്നും എവിടെ വയ്ക്കണമെന്ന് അത് പറയും. പിന്നെ ഇറക്കേണ്ട സമയത്ത് അത് ട്രാക്ക് ചെയ്ത് കണ്ടെത്താനും അത് എന്നെ സഹായിക്കും. ഷിപ്പിന്റെ സ്റ്റെബിലിറ്റി പോവാതെ കണ്ടെയ്നറുകൾ വയ്ക്കുന്നതിനെ പറ്റി മനസ്സിലാക്കിക്കാനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ഇതെല്ലാം കൃത്യമായി നോക്കി സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കണ്ടെയ്നറുകൾ അറേഞ്ച് ചെയ്താലും ചെറിയ ലോഡ് വ്യത്യാസങ്ങളും അതിനെ തുടർന്ന് ചെറിയ ചരിവും ഒക്കെ ഷിപ്പിന് വരും. കാരണം ഈ കണ്ടെയ്നർ ഒന്നും തൂക്കി നോക്കി വെയിറ്റ് തിട്ടപ്പെടുത്തിയിട്ടല്ല കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഈ കണ്ടെയ്നർ നൽകുന്ന ഷിപ്പിംഗ് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന വെയിറ്റ് ആണ് കണക്കിലെടുക്കുന്നത്. അത് പലപ്പോഴും അതിന്റെ ആക്ച്വൽ വെയിറ്റുമായിട്ട് വ്യത്യാസം ഉണ്ടാവാം.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മുടെ വിഷയമായിട്ടുള്ള ബല്ലാസ്റ്റ് ടാങ്ക് ഉപയോഗിക്കുന്നത്. ഭാരമുള്ള ഒരു വസ്തു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ ബല്ലാസ്റ്റ് എന്നതുകൊണ്ട്. അതിന് മണൽ, ചരൽ, മെറ്റൽ, കോൺക്രീറ്റ്, അയൺ, ലെഡ്, പിന്നെ വെള്ളവും ഉപയോഗിക്കും. കപ്പലിൽ വെള്ളം തന്നെയാണ്, കടൽ വെള്ളം. ബല്ലാസ്റ്റ് ടാങ്കുകളിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റും. എല്ലാ മോഡേൺ കണ്ടെയ്നർ ഷിപ്പുകളും ഇത്തരത്തിൽ ഡബിൾ ഹൾ ഡിസൈനിലാണ് ചെയ്യുന്നത്. അകത്തും പുറത്തുമായിട്ട് 2 ഷീറ്റ് മെറ്റൽ ബോഡിയും അതിനിടയ്ക്ക് കപ്പലിന് ബലം നൽകുന്ന സ്ട്രക്ചർ വർക്കും. അപ്പോൾ അതിനുള്ളിലെ ഭാഗം വാട്ടർ ടാങ്കുകളായിട്ട് ഉപയോഗിക്കും. നടുവിലെ കുറച്ച് ഭാഗം വിട്ടേക്കും. അതിലൂടെ ഇലക്ട്രിക്കൽ കേബിളുകൾ വലിക്കും. ടാങ്കുകളിലേക്കുള്ള പൈപ്പുകളും പലപ്പോഴും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഡബിൾ ബോട്ടം എന്നതാണ് ഡബിൾ ഹള്ളിന്റെ താഴത്തെ ഭാഗത്തെ പറയുന്നത്. ഡബിൾ ഹള്ളും ഡബിൾ ബോട്ടം ഒക്കെ സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. അടിവശമോ സൈഡോ ഒക്കെ അടിത്തട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് ഹോള് വീണാലും കപ്പലിനുള്ളിൽ വെള്ളം കയറില്ല. ആ ഭാഗത്തെ ബല്ലാസ്റ്റ് ടാങ്കിലേക്ക് വെള്ളം കയറും, അല്ലെങ്കിൽ അവിടെയുള്ള വെള്ളം പുറത്തേക്ക് പോകും. ഇതുപോലെ ഏറ്റവും മുകളിലെ ഡബിൾ ഹൾ ഭാഗം കപ്പൽ ജീവനക്കാർക്കുള്ള പാസേജ്, കോറിഡോർ ആയിട്ട് ഉപയോഗിക്കും. അതിന് താഴെ വരെയുള്ളത് ബല്ലാസ്റ്റ് ടാങ്ക് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ലോഡ് കയറ്റിയ ശേഷം എങ്ങോട്ടാണോ കപ്പൽ ചരിയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ ടാങ്കുകളിൽ കടൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റും. അങ്ങനെ ഷിപ്പിനെ നിവർത്തും. നേരത്തെ പറഞ്ഞ പോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ സെന്ററിലും താഴേക്കും കൊണ്ടുവരും. കപ്പൽ റോൾ ചെയ്താലും തിരികെ നിവരും എന്നുറപ്പാക്കും, സ്റ്റേബിൾ ആക്കും. കപ്പലിന്റെ ഏറ്റവും മുമ്പിലും ഏറ്റവും പിന്നിലും ബല്ലാസ്റ്റ് ടാങ്കുകൾ ഉണ്ടാവും. അതിവിടെ കാണിച്ചിട്ടില്ല. ഇതിനെങ്ങനെ പല ടാങ്കുകളായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് ഭാഗത്ത് എത്ര ലെവൽ വേണമെങ്കിലും വെള്ളം കയറ്റാം. നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം എന്ന കാൽക്കുലേഷനിൽ ഏറ്റവും പിന്നിൽ എഞ്ചിൻ റൂമും പ്രൊപ്പല്ലർ ഷാഫ്റ്റും പ്രൊപ്പല്ലറും ഒക്കെ കാണാം. എഞ്ചിൻ റൂമിനടിയിലും ഡബിൾ ബോട്ടം ഉണ്ടാവും. അവിടെയാവും പലപ്പോഴും എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ട മറൈൻ ഫ്യൂവലിന്റെ ടാങ്ക്. എഞ്ചിൻ റൂമിലോ അതിനടുത്താവെയാണ് ബല്ലാസ്റ്റ് വാട്ടറിന്റെ പമ്പുകൾ വെച്ചിരിക്കുന്നത്. അതിനടുത്തായിട്ട് അതിന്റെ കൺട്രോൾ പാനലുകളും കാണും. ലോഡ് കയറ്റിയ കപ്പലിന്റെ സ്റ്റെബിലിറ്റിക്ക് മാത്രമല്ല, ലോഡ് കയറ്റാത്ത സമയത്തും ബല്ലാസ്റ്റ് വാട്ടർ ആവശ്യമാണ്. ഈ ലോഡ് ഇറക്കുന്നതിനനുസരിച്ച് കപ്പല് വെള്ളത്തിൽ ഉയരുമല്ലോ. അങ്ങനെ വെള്ളത്തിൽ ഒത്തിരി ഉയർന്നു നിൽക്കുന്നത് ഇതിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. കാരണം സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒത്തിരി മുകളിലേക്ക് പോകും. ഈ സമയം കാറ്റും തിരമാലയും ഒക്കെ കപ്പലിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ കപ്പലിനെ കൂടുതൽ ഭാരമുള്ളതാക്കി അതും അടിയിൽ കൂടുതൽ ഭാരം കൊടുത്ത് വെള്ളത്തിലേക്ക് താഴ്ത്തി നിർത്താൻ ബല്ലാസ്റ്റ് ടാങ്കിലേക്ക് വെള്ളം കയറ്റും. പുറത്തെ വാട്ടർ ലെവൽ വരെ പമ്പിങ് ആവശ്യമില്ല, തനിയെ വെള്ളം കയറിക്കോളും. ആ വാൽവ് തുറന്നു കൊടുത്താൽ മതി. വാൽവുകളെല്ലാം കൺട്രോൾ പാനലിൽ നിന്ന് ഇലക്ട്രിക്കലിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കടൽ ലെവലിന് മുകളിലേക്ക് ബല്ലാസ്റ്റ് പമ്പ് ചെയ്ത് നിറയ്ക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഒഴിഞ്ഞ കപ്പൽ കടലിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ കണ്ടെയ്നറുകൾ കയറ്റുന്നതിന് മുമ്പായി ഈ ബല്ലാസ്റ്റ് വാട്ടർ പുറത്തേക്ക് കളയുകയും ചെയ്യും. പിന്നെ ലോഡ് ചെയ്ത ശേഷം വീണ്ടും ബാലൻസിങ്ങിന് വേണ്ടി ബല്ലാസ്റ്റ് വാട്ടർ കയറ്റും. ലോഡ് ഇറക്കുമ്പോൾ ഷിപ്പ് പിന്നിലേക്ക് പിച്ച് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ ഉൾപ്പെടെയുള്ള എല്ലാ മെഷീനറികളും പിന്നിലായിട്ടാണ് വരിക. പിന്നെ ഫ്യൂൽ ടാങ്കും സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ടവറും അതിന്റെ ഏറ്റവും മുകളിലായി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഷിപ്പ് കൺട്രോൾ സെന്ററും ഒക്കെയുണ്ട്. ഇതിന്റെ താഴെ നിലകളിൽ സ്റ്റാഫിന്റെ അക്കോമഡേഷൻ റൂമുകളാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം വെയിറ്റ് കൊണ്ട് ഷിപ്പ് പിന്നിലേക്ക് പിച്ച് ചെയ്ത് നിൽക്കും. ഇത് മാനേജ് ചെയ്യുന്നതിനും ബല്ലാസ്റ്റ് വാട്ടർ പരിപാടി കൂടിയേ തീരും. പിന്നെ ഫുൾ ലോഡും ഫുൾ ടാങ്ക് ഫ്യൂവലും നിറച്ച് ഓടിത്തുടങ്ങുന്ന കപ്പലിന്റെ സ്റ്റെബിലിറ്റിയും പിച്ചും ഫ്യൂവൽ ഉപയോഗിച്ച് തീരുന്തോറും മാറ്റം വരും. അപ്പോൾ വീണ്ടും പിന്നിലെ ടാങ്കുകളിൽ വെള്ളം കൂടുതൽ നിറച്ച് അത് ബാലൻസ് ചെയ്യും. അപ്പോൾ ഇതാണ് ബല്ലാസ്റ്റ് ടാങ്കിന്റെ നോർമൽ ഓപ്പറേഷൻ. പക്ഷേ എൽസ 3ക്ക് എന്താണ് സംഭവിച്ചിരിക്കുക? എൽസ 3ക്ക് വിഴിഞ്ഞത്ത് വെച്ച് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്ന സമയത്ത് വലത്തേക്ക് ഒരു ചരിവുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അത് നോർമലാണ് എന്ന് ഇപ്പോൾ നമുക്കറിയാം. കപ്പലിന്റെ ഇടത് ഭാഗത്തെ ബല്ലാസ്റ്റ് ടാങ്കുകളിൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി അത് ബാലൻസ് ചെയ്ത് കാണും. പക്ഷേ യാത്രക്കിടയിൽ എന്തോ സംഭവിച്ചു. അതെന്താണ് എന്ന് പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാധ്യതകൾ സ്പെക്കുലേറ്റ് ചെയ്യാനേ ഇപ്പോൾ കഴിയൂ. ഒരു സാധ്യത, ഈ കപ്പലിന്റെ ഇടത് ഭാഗത്തെ ടാങ്കിലെ ബല്ലാസ്റ്റ് വാട്ടർ അവിടെ നിന്ന് ലീക്കായി മറു സൈഡിലെ ടാങ്കുകളിലേക്ക് കയറിയിട്ടുണ്ടാവാം. ടാങ്കുകൾ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ലൈൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ടാങ്കുകൾ തമ്മിലുള്ള വാട്ടർ ട്രാൻസ്ഫറിന് വേണ്ടി അതിന്റെ വാൽവുകൾ ഡാമേജ് ആയതുകൊണ്ട് അതുവഴി വെള്ളം ഒഴുകിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ കപ്പലിന്റെ ഇടത്തെ ടാങ്കുകളിൽ നിന്ന് വലത്തേതിലേക്ക് വെള്ളം ഒഴുകിയാൽ ഓൾറെഡി വലത്ത് ഭാഗത്ത് വെയിറ്റ് കൂടുതലുണ്ടായിരുന്ന ഷിപ്പ് വലത്തേക്ക് ചരിയും. ബല്ലാസ്റ്റ് വാട്ടർ കൺട്രോൾ പാനലിൽ ഓരോ ടാങ്കിന്റെയും ലെവല് കാണിക്കുന്നുണ്ട്. അതിലൂടെ ഒരു സൈഡിൽ ലെവല് കുറയുകയാണെന്നും മറു സൈഡിൽ ലെവല് കയറുകയാണെന്നും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഷിപ്പിനെ നിവർത്താൻ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും വാട്ടർ പമ്പ് ചെയ്ത് കയറ്റിയാലേ പറ്റൂ. അതവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ വെള്ളം വീണ്ടും വീണ്ടും ആ ഫോൾട്ടി വാൽവിലൂടെ വലതുവശത്തേക്ക് എത്തുന്നു. ഷിപ്പ് കൂടുതൽ ചരിയുന്നു. എന്നാൽ ഈ വലതു ഭാഗത്തെ ടാങ്കുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാൻ കഴിയേണ്ടതാണ്. അതെന്തുകൊണ്ടോ നടന്നില്ല. മറ്റൊരു സാധ്യത, 28 വർഷം പഴക്കമുള്ള ഷിപ്പാണ്. താമസിയാതെ മെയിൻ്റനൻസിനായിട്ട് ഡ്രൈ ഡോക്കിലേക്ക് കയറ്റാൻ ഇരുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഹള്ളിന്റെ പുറത്തെ ഷീറ്റ് മെറ്റലിൽ ഒരു ഹോള് വീണിട്ട് വെള്ളം വലതു ഭാഗത്തെ ഒരു ബല്ലാസ്റ്റ് ടാങ്കിലേക്കോ ഒന്നിലധികം ടാങ്കുകളിലേക്കോ കടലിൽ നിന്ന് നേരിട്ട് കയറിയതാവാം. അങ്ങനെ ഇവിടെ വെയിറ്റ് കൂടി കൂടുതൽ ചരിഞ്ഞതാവാം. ചരിയും തോറും വെള്ളം കൂടുതൽ കയറുകയും ചെയ്യും.
ആദ്യം റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ തന്നെ കപ്പൽ 26 ഡിഗ്രി ചരിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് 15 ഡിഗ്രിയിൽ കൂടുതൽ ചരിഞ്ഞാൽ കപ്പലിലെ ഒരു എഞ്ചിനുകളും പ്രവർത്തിക്കില്ല എന്നാണ്. മെയിൻ എഞ്ചിനും ഡീസൽ ജനറേറ്ററുകളുടെ എഞ്ചിനുകളും. ലൂബ്രിക്കേഷൻ ഓയിലിന്റെ സർക്കുലേഷൻ നിൽക്കുന്നത് കൊണ്ട് എഞ്ചിനുകൾക്ക് ഡാമേജ് ഉണ്ടാവും എന്നതിനാൽ സേഫ്റ്റി സിസ്റ്റം എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യുകയോ എഞ്ചിൻ തന്നെ ഓവർ ഹീറ്റായി നിൽക്കുകയോ ചെയ്യാം. ജനറേറ്ററുകൾ നിന്നു എന്നാൽ കപ്പലിലെ ഇലക്ട്രിസിറ്റി മൊത്തം പോയി എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ ബലാസ്റ്റ് വാട്ടറിന്റെ പമ്പിംഗ് ഒന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ കപ്പലിന്റെ വിധി അപ്പോൾ തന്നെ എഴുതി സീൽ വെച്ച് കഴിഞ്ഞു. ഒരു പരിധിയിൽ കൂടുതൽ ചരിഞ്ഞ കപ്പലിൽ മുകളിൽ കൂടി തന്നെ കടൽ വെള്ളം കയറി തുടങ്ങും. ഇനിയൊരു വിദൂര സാധ്യത ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാവാം എന്നതാണ്. വലത്തെ ബലാസ്റ്റ് ടാങ്കുകളിലേക്ക് വെള്ളം കയറ്റിയതോ അങ്ങനെ കയറാൻ വാൽവുകൾ സെറ്റ് ചെയ്തതോ എന്തോ. ഇതെല്ലാം അനുമാനങ്ങളാണ്. ശരിക്കുള്ള കാരണം ചിലപ്പോൾ ഷിപ്പിന്റെ ക്യാപ്റ്റനെയും മറ്റു സ്റ്റാഫിനെയും ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തേക്ക് വന്നേക്കാം. ഒരിക്കലും വന്നില്ലെന്നും വരാം. മുങ്ങിയ കപ്പലിൽ ചെന്ന് തെളിവ് അന്വേഷിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനി കാരണം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും നമുക്കുണ്ടായ ബുദ്ധിമുട്ട് ഉടനൊന്നും മാറാനും പോകുന്നില്ല. പക്ഷെ കപ്പലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.